ഭഗവാൻ കയ്യിൽ തീർത്ഥം കൊടുത്ത് പിതൃക്കളെ സ്വീകരിക്കുന്ന ലോകത്തെ ഒരേ ഒരു ക്ഷേത്രം. ഇവിടെ ചതുർബാഹുവായ വിഗ്രഹത്തിന്റെ കൈകൾ വായിലേക്ക് അടുത്തു വരുന്നതായി ഒരു വിശ്വാസം. എന്നാണോ ഈ വിഗ്രഹത്തിന്റെ വലത് കൈ ഭഗവാന്റെ വായിൽ തട്ടുന്നുവോ അന്ന് കലിയുഗം അവസാനിക്കുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ദുരിതമോചനത്തിനും മോക്ഷപ്രാപ്തിക്കും വേണ്ടിയുള്ള ഈ ക്ഷേത്രം നിലകൊള്ളുന്നത് നമ്മുടെ സ്വന്തം വർക്കലയിലാണ്. ഞാനിപ്പോൾ ഉള്ളത് വർക്കലയിലെ ശ്രീ ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിലാണ്. ജനം ആർദ്ദനം ചെയ്യുന്നവൻ അഥവാ ജനങ്ങൾക്ക് ആശ്വാസവും മോചനവും നൽകുന്നവൻ എന്ന അർത്ഥത്തിലാണ് ഇവിടെ മഹാവിഷ്ണുവിന് ജനാർദ്ദന സ്വാമി എന്ന പേര് ലഭിച്ചത്. കാശിയിലെ ഗംഗയിൽ സ്നാനം ചെയ്ത് വിശ്വനാഥനെ വണങ്ങുന്നതിലൂടെയുള്ള പുണ്യം പോലെ തന്നെയാണ് വർക്കലയിലെ പാപനാശത്ത് സ്നാനം ചെയ്ത് ബലിതർപ്പണം നടത്തി ജനാർദ്ദന സ്വാമിയെ വണങ്ങുന്നതിലൂടെ കിട്ടുന്ന പുണ്യവും ഒരുപോലെ തന്നെയാണ്. ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിന് സമീപത്തായി വളരെ പ്രശസ്തമായ ഒരു ചക്രതീർത്ഥക്കുളമുണ്ട്. പേര് സൂചിപ്പിക്കുന്നത് പോലെ മുനിമാരുടെ ദാഹം ശമിപ്പിക്കുന്നതിന് വേണ്ടി ഭഗവാൻ ഭൂമിയിലേക്ക് ആഞ്ഞുവെട്ടി നിലം വിളർന്നുണ്ടായതാണ് ഈ കുളം. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ചക്രതീർത്ഥക്കുളമെന്ന് പേര് വന്നു. വർക്കലയെ പറ്റി പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ ഓടി വരുന്ന ഒരു വാക്കുണ്ട്, പാപനാശം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ തീരത്തെ സ്നാനം എല്ലാ പാപങ്ങളെയും ദുരിതങ്ങളെയും ഇല്ലാതാക്കുന്നു എന്നാണ് വിശ്വാസവും അത് തന്നെയാണ് സത്യവും. സമുദ്രതീരത്തിൽ പിണ്ടപ്രദാനം, ബലി എന്നിവ നടത്തി ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൽ തിലഹവനം നടത്തി പോയാൽ പിതൃക്കളെയെല്ലാം ഭഗവാൻ മോക്ഷപ്രാപ്തിയിലാക്കുന്നു എന്നാണ് ഇവിടുത്തെ ശാസ്ത്രം. കടൽ തീരത്ത് കൊണ്ടുപോയി ഭഗവാൻ ആറാട്ട് നടത്തുന്ന ലോകത്തിലെ തന്നെ അത്യപൂർവമായ ക്ഷേത്രങ്ങളിലൊന്നായ ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൽ ഭഗവാൻ പിതൃദേവനായിട്ടാണ് സങ്കല്പം. വിനോദത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ട് വർക്കലയിലെത്തുന്ന ഓരോ സഞ്ചാരികൾക്കും ഭഗവാൻ ഒരു വിശ്വാസമാണ്, ഒരു സത്യമാണ്, ഒരു രക്ഷകനാണ്.